എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് വീണ്ടും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് SRFന്റെ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. എന്തുകൊണ്ടാണ് SRF ഇപ്പോൾ ഓപ്ഷൻ സ്ട്രാറ്റജിക്ക് തിരഞ്ഞെടുക്കാൻ കാരണം? നമുക്കത് ചാർട്ട് വെച്ചിട്ട് നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് SRFന്റെ ഒരു ചാർട്ടാണ്, ഇൻട്രാഡേ ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ട്. ഈ ചാർട്ടിൽ എന്തൊക്കെ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഈ ചാർട്ട് ഇവിടെ കണ്ട, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു വലിയ ക്യാൻഡിലോട് കൂടിയാണ് താന്നത്, 3 വലിയ ക്യാൻഡിൽ. ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് പോയിന്റ് ഇവിടെ ആക്ട് ചെയ്യും. ഇവിടെ നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈൻ ഒരു ഏകദേശം ഒരു റെസിസ്റ്റൻസ് ആയിട്ട്, അതായത് 2435 പോയിന്റ്. ഇത് ഈ റെസിസ്റ്റൻസ് ഇവിടെ ടച്ച് ചെയ്യാനായിട്ട് വലിയൊരു ലോങ് ലെഗ്ഡ് റെഡ് ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുള്ളത്. അതിനുശേഷം ആ റെസിസ്റ്റൻസ് കയറാൻ പറ്റിയിട്ടില്ല. അതുകൂടാതെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സപ്പോർട്ട് പോയിന്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് കയറിയിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് വരും ദിവസങ്ങളിൽ ട്രേഡിങ് നടക്കുക എന്നുള്ള ഒരു നിഗമനം നമുക്ക്. ഇനി ഈ മാസം അവസാനിക്കാനായിട്ട് വെറും 6 ട്രേഡിംഗ് ദിനങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ 6 ട്രേഡിംഗ് ദിനങ്ങളിൽ മാർക്കറ്റ് ഏകദേശം 2532, ഇവിടുത്തെ ഈ റെസിസ്റ്റൻസ് വരുന്നത് ഏകദേശം 2530. അവിടെ താഴെ ഏകദേശം 2348, 2300 ഏകദേശം 40. ഈ റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് കിടന്ന് ട്രേഡ് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കുന്നു. അപ്പൊ ഇതിനുള്ളിൽ ട്രേഡിംഗ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാവുന്ന ഒരു ഓപ്ഷൻ സ്ട്രാറ്റജിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഓപ്ഷൻ എന്ന സൈറ്റിൽ പോകുന്നു, SRF ടൈപ്പ് ചെയ്തെടുക്കുന്നു, ഇവിടെ ചേഞ്ച് ചെയ്യുന്നു ഓപ്ഷൻ. ഡേറ്റ് ഇത് തന്നെ 28 ഡിസംബർ ആണ്. നമുക്ക് 2500ന്റെ കോളാണ് നമുക്ക് സെല് ചെയ്യേണ്ടത്. നമ്മ 2500 കോൾ ഇവിടെ റേറ്റ് വന്നിട്ടുണ്ട് 29.50, അത് നമ്മ സെല് ചെയ്തു. അതുകൂടാതെ 2380ന്റെ പുട്ട് നമ്മ സെല് ചെയ്യുന്നു. അത് 25.85 റേറ്റ് വന്നിട്ടുണ്ട്, അത് നമ്മ സെല് ചെയ്തു. ഇങ്ങനെ ഈ 2 പൊസിഷൻ മാത്രം നമ്മൾ സെല് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് വരുന്ന അൺലിമിറ്റഡ് ലോസ് ആയിരിക്കും. ഏതെങ്കിലും സൈഡിലേക്ക് പോകുമ്പോൾ അൺലിമിറ്റഡ് ലോസ് വരും. നമ്മളെ ഈ റേഞ്ച് വിട്ട് ബ്രേക്ക് ഔട്ട്. അതുകൂടാതെ നമുക്ക് നല്ലൊരു മാർജിൻ വേണം, ഏകദേശം 1,75,000 മാർജിൻ വേണ്ടി വരും. അപ്പൊ നമുക്കൊരു ഹെഡ്ജിങ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യണം. ഒരിക്കലും ഒരു നാക്കഡ് സെല്ല് ആയിട്ട് ഒരിക്കലും ചെയ്യരുത്. പുട്ടും കോളും ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക്, അത് റീറ്റെയിൽ ട്രേഡേഴ്സ് ഒരു മിനിമം എമൗണ്ട് ഉള്ളവരൊന്നും ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം ഏതെങ്കിലും സൈഡിലേക്ക് എന്തെങ്കിലും ന്യൂസ് എന്തെങ്കിലും വരണമെങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ലോസ് സംഭവിക്കും. അപ്പൊ നമുക്ക് ഒരു ഹെഡ്ജിങ് പൊസിഷൻ ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഹെഡ്ജിങ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മ ഒരു ചെറിയ എമൗണ്ടിന്റെ ഒരു പുട്ട് നമ്മൾ ബൈ ചെയ്യുന്നു. അതായത് 23.20ന്റെ പുട്ട് നമ്മൾ ഒരു ബൈ കൊടുക്കുന്നു. ഏകദേശം 12 രൂപയുടെ റേറ്റ് ഉള്ളത്, അതൊരു ബൈ കൊടുക്കുന്നു. അതായത് കോളും അതുപോലെ ഏകദേശം ആ റേറ്റിന്റെ തന്നെ ഒരു ബൈ കൊടുക്കുന്നു. 25.80, 2580ന്റെ കോള് നമ്മൾ ഇവിടെ ഒരു ബൈ ഇട്ട് കൊടുക്കുന്നു. കോള് നമ്മൾ ഒരു ബൈ കൊടുക്കും. 10 രൂപ 20 പൈസ പേർ കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് നോക്കാം ഇപ്പൊ എങ്ങനെയുണ്ട് അതിന് പൊസിഷൻസ് നോക്കാം. ഇപ്പൊ ഇങ്ങനെ വന്നു. ഈ ഗ്രീൻ ഏരിയ വരുന്നതാണ് നമ്മളെ പ്രോഫിറ്റ് ഏരിയ. ഇവിടെയാണ് നമ്മളെ പ്രോഫിറ്റ് ഏരിയ വെടിയിടുക. ഇവിടെ നിന്ന് നീങ്ങും തോറും നമ്മളെ ലോസ് സ്റ്റാർട്ട് ചെയ്യും, മുകളിലേക്ക് ഇടങ്ങ താഴേക്ക് ഇവിടെ നിന്ന് നീങ്ങും തോറും നമുക്ക് ലോസ്. അതായത് നമുക്ക് ഇതില് 50% നമുക്ക് പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ്, മാക്സിമം പ്രോഫിറ്റ് വരുന്നത് ഏകദേശം 12,000 രൂപയുടെ, അതായത് 23.48നും 25.32നും നമ്മൾ ഈ പറഞ്ഞ റേഞ്ചിൽ ഉള്ളിൽ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മാർക്കറ്റ് ചാർട്ട് വെച്ചിട്ട് നോക്കിയാൽ ആ റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ റേഞ്ച് വിട്ടിട്ട് മാർക്കറ്റ് പോകും തോറും, അതായത് മുകളിലേക്ക് പോകും തോറും നമുക്ക് മാക്സിമം ലോസ് വരുന്നത്, അതായത് മുകളിലേക്ക് എത്ര പോയാലും നമുക്ക് മാക്സിമം ലോസ് വരുന്നത് 17,000. പക്ഷെ അത്രയും ലോസിൽ നമ്മൾ നിൽക്കരുത്. കാരണം നമ്മൾ ചാർട്ട് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ക്രിയേറ്റ് ചെയ്തിടും. അപ്പൊ നമ്മൾ ആ റേഞ്ച് പ്രീവിയസ് റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കിയാൽ ആ റേഞ്ചിനും ജസ്റ്റ് മുകളിൽ ക്ലോസിങ് വരുമ്പോ ആ സമയത്ത് നമ്മൾ ഈ പൊസിഷൻസ് കട്ട് ചെയ്ത് പോകാം. അപ്പൊ നമുക്ക് എന്താണ് സംഭവിക്കുക, നമ്മളെ ആ ടെക്നിക്കൽ അനാലിസിസ്, ആ ചാർട്ട് ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പൊ ആ ചാർട്ടിന് എതിരെ, അതായത് ആ റെസിസ്റ്റൻസ് കയറി അത് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പൊസിഷൻ കട്ട് ചെയ്ത് പോകുമ്പോൾ ചെറിയൊരു ലോസ് സംഭവിക്കുന്നുള്ളൂ. മാക്സിമം ലോസ് ഇത്രയും ലോസ് നമുക്ക് സംഭവിക്കില്ല. അതുപോലെ താഴേക്കും ആ സപ്പോർട്ട് പൊട്ടി താഴേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു ലോസ് സംഭവിക്കും, അവിടെ വെച്ച് മാറാം. അല്ലാണ്ട് ഈ പൊസിഷൻ ഇത്ര ലോസ് എനിക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പൊസിഷൻസ് കെട്ടിപ്പിടിച്ചിരിക്കരുത്. ഇനി രണ്ടാമത്തെ വെച്ചാൽ വെറും 6 ട്രേഡിംഗ് ദിവസം മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ ഈ 6 ട്രേഡിംഗ് ദിവസത്തിന് ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഇത് എങ്ങനെ ഓപ്ഷൻ, ഇത് എങ്ങനെ ഇങ്ങനത്തെ പൊസിഷൻസ്, അതായത് ഇങ്ങനത്തെ ചാർട്ട് വരുമ്പോൾ ഇങ്ങനത്തെ പൊസിഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ മാത്രമാണിത്. ഇത് ഓടിച്ചെന്ന് നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ 19-ാം തീയതിയിലെ ക്ലോസിംഗ് പ്രൈസ് വെച്ചിട്ടാണ് ഇത് ഈ സ്ട്രൈക്ക് റേറ്റ് ക്രിയേറ്റ് ചെയ്തിടുക. അപ്പൊ 20-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഈ സ്ട്രൈക്ക് റേറ്റുകൾ ചിലപ്പോൾ മാറും. ചില മാറാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ അതും ഒന്നും ശ്രദ്ധിക്കണം. അപ്പൊ ആ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയിൽ നല്ല ഷെയർ മാർക്കറ്റ് ടോപ്പിക്കായി വരുന്നത് വരെ നമസ്കാരം.